ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി, ഓക്കെ, ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ആൻഷ്യൻ ഹിസ്റ്ററിയുടെയും മിഡീവൽ ഹിസ്റ്ററിയുടെയും ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന ഒരു ഏരിയ ആണ്. കാരണം ആൻഷ്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മേജർ ആയിട്ടുള്ള റൂളേഴ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് മൗര്യ, ഗുപ്ത, ഇങ്ങനെയുള്ള റൂളേഴ്സ് വരുന്ന സമയത്ത് ഭൂരിഭാഗം പ്രദേശങ്ങളും ഇവരുടെ അണ്ടറിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മൗര്യനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി, ഗുപ്തനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. കാരണം അവരൊരു വലിയ കിങ്ഡം ആയിരുന്നു, ഒരു വലിയ ഡൈനാസ്റ്റി ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് വന്നു. മിഡീവൽ ഹിസ്റ്ററിയിലും ദ സെയിം ഇസ് ദ കേസ്. നമുക്ക് ഡൽഹി സുൽത്താനേറ്റ്സിനെ കുറിച്ച് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് മുഗൾ, കാരണം ഇവരൊക്കെ വലിയ ഡൈനാസ്റ്റീസ് ആയിരുന്നു. ഇപ്പൊ ഡൽഹിയും അതുപോലെ ലൈക്ക് എൻറ്റയർ നോർത്ത് ഇന്ത്യ ഈ ഭരണാധികാരികളുടെ അണ്ടറിലായിരുന്നു. അപ്പം അവരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലാർജ് ഏരിയ കവർ ആവും. പക്ഷേ ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സമയമുണ്ട്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദി 8th സെഞ്ചുറി മുതൽ 10th സെഞ്ചുറി വരെയുള്ള ഒരു സമയം. അപ്പൊ ഇതിൽ എസ്പെഷ്യലി ഈ 9th to 11th സെഞ്ചുറി, ഇതിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും? അതിന് വേണേ നമുക്ക് ആൻഷ്യന്റെ കൂടെ ഉൾപ്പെടുത്താം, മിഡീവലിന്റെ കൂടെയും ഉൾപ്പെടുത്താം. കാരണം ഇതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. എക്സാക്ട്ലി ഇയാളുടെ സമയം മുതൽ മിഡീവൽ തുടങ്ങി, ഇയാളുടെ സമയം മുതൽ ആൻഷ്യന്റ് എൻഡ് ചെയ്ത് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. അപ്പം ഇവിടെ ഒരു മേജർ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നില്ല, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റൂളർ ഉണ്ടായിരുന്നില്ല. അപ്പം എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഓരോ പ്രദേശത്തും ഡിഫറെന്റ് റൂളേഴ്സ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള റൂളേഴ്സിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഓരോ റൂളേഴ്സിന്റെയും ഒരു ഏകദേശ ലൊക്കേഷൻ, ഞാൻ ഓരോ റൂളേഴ്സിന്റെ പേര് പറയും, അവരുണ്ടായിരുന്ന സംസ്ഥാനം, മേജർ ആയിട്ട് അവരുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ചേര ഡൈനസ്റ്റി. എവിടെയായിരുന്നു, അല്ലെങ്കിൽ ചേര റൂളേഴ്സ്? സൗത്ത് ഇന്ത്യ. ഓക്കെ, വിച്ച് സ്റ്റേറ്റ്? തമിഴ്നാട്, അതിന് മുകളില് ആന്ധ്ര. ആ ഒരു നോ, ചേര ഇസ് കമ്മിങ് ഇൻ ദി കേരള. ഓക്കെ, ചേരളം. ഓക്കെ, നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് ചേരളം അല്ലെങ്കിൽ കേരളം. ഈ ഒരു പേര് വരുന്നത് തന്നെ ഈ ഒരു പ്രദേശത്ത് നിന്നാണ്. ഓക്കെ, സോ ചേര ഇസ് ദേർ. ദെൻ കമ്മിങ് ലൈക്ക് പാണ്ഡ്യം. തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട് നോർത്ത് ആണോ സൗത്ത് ആണോ? സൗത്ത്. യെസ്, എക്സാക്ട്ലി. ഈ ചേരയുടെ പ്രദേശത്തേക്ക് ഇങ്ങോട്ടേക്ക് ചേർന്ന് വരുന്നതായിരുന്നു പാണ്ഡ്യ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ലൈക്ക് ചോള. സൗത്ത് ഇന്ത്യ. ഓക്കെ, സൗത്ത് ഇന്ത്യ. ഏത് സംസ്ഥാനം? സംസ്ഥാനം ഏതായിരുന്നു? ആന്ധ്ര. ആന്ധ്രയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, ബട്ട് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ തമിഴ്നാട്. ഓക്കെ, സോ ഈ നോർത്തേൺ തമിഴ്നാട്, ഇവിടെയാണ് ചോള വരുന്നത്, ഇവിടെ പാണ്ഡ്യ വരുന്നുണ്ട്, ഇവിടെ ചേര വരുന്നുണ്ട്. ഓക്കെ, ദെൻ കമ്മിങ് ലൈക്ക് പല്ലവാസ്. ആസാം ഏരിയ. ആസാം അത് അഹോം ആണ്. അത് നമ്മൾ ഇന്നലെ പഠിച്ച അഹോം ഡൈനസ്റ്റിയാണ് ആസാം ഏരിയയിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, പല്ലവാസ്. ഓക്കെ, പല്ലവാസ് വരുന്നത് നമ്മുടെ ഈ ചോളാസിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു പല്ലവാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോർത്തേൺ തമിഴ്നാട്, ആന്ധ്ര, ഈ ഒരു പ്രദേശം തമിഴ്നാടിന്റെ കാഞ്ചി ആസ്ഥാനമാക്കിയിട്ടാണ് പല്ലവാസ് വരുന്നത്. ദെൻ പിന്നെ ഉണ്ടായിരുന്നതായിരുന്നു ചാലൂക്യാസ്. ചാലൂക്യാസ് എന്ന് പറയുന്നത് കർണാടക ആസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്നവരായിരുന്നു ചാലൂക്യാസ് എന്ന് പറയുന്നത്. ഈ ചാലൂക്യാസിന്റെ ഒരു പിൻഗാമികളായിട്ട് രാഷ്ട്രകൂടാസ് വരുന്നുണ്ട്. ഓക്കെ, രാഷ്ട്രകൂടാസ് വരുന്നുണ്ട്, ചാലൂക്യാസ്, ഇവിടെ പല്ലവാസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ കുറെ കൂടെ നോർത്തിലേക്ക് പോകുന്ന സമയത്ത് ഒറീസ, ഇവിടെ ഇപ്പൊ ലൈക്ക് ആന്ധ്ര വരെ നമ്മൾ എത്തി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് അതിന് മുകളിലേക്ക് ഒറീസയിലേക്ക് വരുന്ന സമയത്ത് കലിംഗ വരുന്നുണ്ട്. ബംഗാളിലേക്ക് വരുന്ന സമയത്ത് പാലാസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഭാഗത്തൂടെ നമ്മൾ നോർത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള റൂളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, രാഷ്ട്രകൂടാസ് വരുന്നുണ്ട്. രാഷ്ട്രകൂടാസ് അല്ലാതെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗുർജാര പ്രതിഹാരാസ് വരുന്നുണ്ട്. ഓക്കെ, ഗുജറാത്ത് അടക്കമുള്ള ഈ ഒരു പ്രദേശത്തേക്ക് ഗുർജാര പ്രതിഹാരാസ് വരുന്നുണ്ട്. ഇവിടെ രാഷ്ട്രകൂടാസ് വരുന്നുണ്ട്. ഇവിടെ
ലൈക്ക് പാലാസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതല്ലാതെ ഇതേ പ്രദേശത്ത് തന്നെ ലൈക്ക് ചാഹ്മണാസ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രദേശത്ത് ചാഹ്മണാസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ചൗഹാൻസ്. അപ്പം ആ റൂളേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് റൂളേഴ്സ് ഈ ഒരു മിഡീവൽ ആൻഷ്യൻ പീരീഡിന്റെ ഇൻ ബിറ്റ്വീൻ ഫേസിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ചാലഞ്ച് ആണ്. ഓക്കെ, ദെൻ അതുപോലെ ലൈക്ക് പരമാര ഡൈനസ്റ്റീസ് വരുന്നുണ്ട്. ഓക്കെ, മഹാരാഷ്ട്ര ഈ ഒരു പ്രദേശത്തിനൊക്കെ ആസ്ഥാനമാക്കിയിട്ട് പരമാര ഡൈനസ്റ്റി. ഇങ്ങനെ ഒരുപാട് ഡൈനാസ്റ്റീസ് ഈ ഒരു ആൻഷ്യന്റ് ടു മിഡീവൽ ടൈമിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ ചാലഞ്ച് ആണ്. ആൻഷ്യന്റ് ടു മിഡീവൽ ടൈമിൽ ഇത്രയേറെ ഡൈനാസ്റ്റിനെ നമ്മൾ പഠിക്കണം. അപ്പം ഈ ഓരോ ഡൈനാസ്റ്റിയും ലൈക്ക് ഈ ഡൈനാസ്റ്റീസിനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരായിരുന്നു? ഓക്കെ, ഫൗണ്ടർ ആരായിരുന്നു എന്നുള്ളത് നോക്കണം. ദെൻ ഈ ഒരു ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡ് എന്താണെന്നുള്ളത് നോക്കണം. ഓക്കെ, ഓരോ ഡൈനാസ്റ്റിയുടെയും ടൈം പീരീഡ് എന്താണെന്നുള്ളത് നോക്കണം. ഈ ടൈം പീരീഡ് നോക്കുന്ന സമയത്ത് അവരുടെ പ്രിഡിസസേഴ്സ്, അവരുടെ മുൻഗാമികൾ ആരായിരുന്നു എന്നുള്ളതും അവരുടെ സക്സസേഴ്സ്, അവരുടെ പിൻഗാമികൾ ആരായിരുന്നു എന്നുള്ളതും രണ്ടും നോക്കണം. ഓക്കെ, മുൻഗാമികൾ ആരാന്നുള്ളതും പിൻഗാമികൾ ആരായിരുന്നു എന്നുള്ളതും കൂടെ നോക്കണം. ടൈം പീരീഡ് നോക്കണം. പിന്നെ ലൊക്കേഷൻ നോക്കണം. ഏത് പ്രദേശത്താണ് ഈ ഒരു ഡൈനാസ്റ്റി വരുന്നത് എന്നുള്ളത് നോക്കണം. അതിലെ മേജർ ആയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരായിരുന്നു എന്നുള്ളത് നോക്കി വെക്കേണ്ടതാണ്. ഈ റൂളേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസും കൂടെ നോക്കണം. കോൺട്രിബ്യൂഷൻസ്, ഈ ഓരോ മേജർ റൂളേഴ്സ് അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു അതും അതിന്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ അതുപോലെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, ഓരോ ഡൈനാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ട്, അവരുടെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, ആർക്കിടെക്ചർ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അതും പ്രോപ്പർ ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ട് UPSC ചോദിക്കാറുള്ളത്. ഈ ടൈം പീരീഡ്, പ്രിഡിസസേഴ്സ്, സക്സസേഴ്സ് ഞാൻ പഠിക്കാൻ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC നോർമലി ഇവിടുന്ന് ചോദിക്കാറുള്ളത് കണ്ടംപററീസ് ആരൊക്കെയാണ് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവരുടെ പ്രിഡിസേഴ്സ് ആരൊക്കെയായിരുന്നു, സക്സസേഴ്സ് ആരൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ക്ലിയർ കട്ട് ഐഡിയ. ഓക്കെ, സോ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ഈ എങ്ങനെ ഡൈനാസ്റ്റീസ്, ഈ പറഞ്ഞ ഡൈനാസ്റ്റീസ് മൊത്തം ഒരേ സമയം ഉണ്ടായിരുന്ന ആൾക്കാരാണോ? പലപ്പോഴും ഓവർലാപ്പ് ചെയ്തുകൊണ്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇപ്പൊ ചേര, ചോള, പാണ്ഡ്യ ഇവർ ഒരുമിച്ച് നിന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. ദെൻ അതുപോലെ ഗുർജാര, പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്, പാലാസ് ഇവർ ഒരുമിച്ച് നിന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. ദെൻ ലൈക്ക് പല്ലവാസ്, അതുപോലെ ലൈക്ക് ചാലൂക്യാസ്, അപ്പം അവരും ഏകദേശം ഒരു കണ്ടംപററീസ് ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, അപ്പം കണ്ടംപററീസ് ആയിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്നുള്ളതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ ആണ്. എല്ലാവരും കണ്ടംപററീസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് പാലാസ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്താണ് വീണ്ടും ചോളാസ് എമേർജ് ചെയ്യുന്നത്. ചാലൂക്യാസ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്താണ് രാഷ്ട്രകൂടാസ് എമേർജ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ക്രൊണോളജിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ അവരുടെ ഒരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ. സോ ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓരോ ഡൈനാസ്റ്റി ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ നോട്ട് ചെയ്യണമെന്നല്ല, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഡൈനാസ്റ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ അത് ഹിസ്റ്ററിയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത്രയും ഏരിയ കവർ ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഇൻ കേസ് ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. ഓക്കെ, സോ ഇൻ കേസ് ലൈക്ക് ഇപ്പൊ ക്ലാസ്സിൽ ഏതെങ്കിലും ലൈക്ക് ലൊക്കേഷൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി യു ഹാവ് ടു, നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അത് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ കേസ് ലൈക്ക് ഇപ്പോൾ ഫാക്കൽറ്റി ആ ഒരു കാര്യം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. ഓഫ് കോഴ്സ് ലൈക്ക് ലൊക്കേഷനും ഈ കാര്യങ്ങൾ എന്തായാലും വിട്ടുപോകില്ല. ഓക്കെ, പിന്നെ ഇതിൽ വിട്ടുപോകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് മേജർ കോൺട്രിബ്യൂഷൻ. ഇത് പറയുന്ന സമയത്ത് ചിലപ്പോൾ മൈനർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വിട്ടുപോയേക്കാം. അതല്ലാതെ ഈ കാര്യങ്ങൾ എന്തായാലും ഒരു ഡൈനാസ്റ്റിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ 5 കാര്യങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം 5 അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണല്ലോ. അപ്പൊ പറയുന്ന സമയത്ത് ഈ 5 കാര്യങ്ങളായിരിക്കും മേജർ ആയിട്ട് പറയുന്നത്. ദാറ്റ് യു ഹാവ് ടു നോട്ട് ഡൗൺ. പിന്നെ ലൈക്ക് മേജർ ആൻഡ് മൈനർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ആ കാര്യങ്ങളും കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഓരോ റൂളേഴ്സും അതിലെ മേജർ റൂളേഴ്സ് ആരൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രൂപത്തിലേക്ക്. പിന്നെ പൊതുവായിട്ട് ഈ ഡൈനസ്റ്റിയുടെ ഇൻ ടോട്ടൽ ആയിട്ടുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഈവൻ ലിറ്ററേച്ചർ ആൾസോ. ഓക്കെ, ലിറ്ററേച്ചർ ആൾസോ. ഞാൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ളത് ഇൻ ടോട്ടൽ ആയിട്ട് കൾച്ചറിന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞതാണ്. കാരണം ഈ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന സമയത്ത് സൊസൈറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ സൊസൈറ്റി എങ്ങനെയായിരുന്നു ആ രൂപത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഐ വിൽ ഷോ യു PYQ ക്വസ്റ്റ്യൻസ് എങ്ങനെയെല്ലാം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാം. ഓക്കെ, സർ ഒരു മിനിറ്റ് സമയം കൂടെ. എന്തിനാണ്?
വാഷ്റൂം ഓക്കെ പോയേ. ഫൈൻ. സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന 7th to 12th സെഞ്ചുറി ഈ ഒരു ടൈം പീരീഡിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഒരു 9th സെഞ്ചുറി ആഫ്റ്റർവേർഡ്സ് ആണ് കാര്യങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് മിഡീവൽ പീരീഡിനും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കുക, അതിനെ മിഡീവൽ ടൈംസിനും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വി ക്യാൻ റൈറ്റ് ദി ആൻസേഴ്സ്. ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ടൈം പീരീഡ് വി ഷുഡ് നോ. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നുള്ളത് യു വിൽ ഗെറ്റ് ടു നോ. ഓക്കെ, ഈ 7th and 12th സെഞ്ചുറി ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, UPSC എക്സാമിനേഷനിൽ 7th and 12th സെഞ്ചുറിയിലെ റൂളേഴ്സിനെ കുറിച്ചിട്ട് ആരൊക്കെയാണ് എന്നുള്ളത് വളരെ ഒരുപാട് തവണ ലൈക്ക് റിപ്പീറ്റ് ആയിട്ട് 2000 ഇഫ് ഐ എം കറക്റ്റ് ലൈക്ക് 2022-23 സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് അതിന്റെ കൂടെ ഓർത്ത് വെക്കുക. ഐ വിൽ ജസ്റ്റ് ഷോ യു ഒരു സെക്കൻഡ്. സ്ക്രീൻ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ആ കാണാം. ഓക്കെ, സോ ഇത് 2022 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2022 UPSC പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ദ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഇൻ 2023 ആൾസോ. യു ക്യാൻ സെർച്ച്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ 2023 റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2022 ചോദിച്ച ചോദ്യമാണ് 2023 ഈ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊന്ന് നോക്കുക. ഗുപ്താസ് ഓഫ് മഗധ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ചോദ്യം ഒന്ന് റീഡ് ചെയ്യാം. ഫ്രം ദ ഡിക്ലൈൻ ഓഫ് ദി ഗുപ്താസ് under the rise of the Harshavardhana in the early 7th century, which of the following kingdoms were holding the power in the northern India? ഓക്കെ, സോ ഗുപ്തയുടെ ആ ഒരു ഡിക്ലൈൻ മുതൽ ഹർഷവർദ്ധനയുടെ റൈസ് വരെ ഏർലി 7th സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 7th സെഞ്ചുറിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള റൂളേഴ്സ് ഏതൊക്കെയാണ്? ഗുപ്താസിന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് ഒരു AD 300 ഓൺവേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഗുപ്താസിന്റെ ഡിക്ലൈൻ വന്നിട്ടുണ്ട്. ഹർഷവർദ്ധന എന്ന് പറയുന്നത് ഈ ഒരു ഏർലി 7th സെഞ്ചുറിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എമേർജ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടൈം പീരീഡ് ആൻഷ്യന്റ് ആൻഡ് മിഡീവലിന്റെ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട് ഗുപ്ത കഴിഞ്ഞിട്ട്. അപ്പം ഇതുപോലെ ഒരുപാട് ഡൈനാസ്റ്റീസ് ഈ ഒരു സമയത്ത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th to 12th സെഞ്ചുറിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ 3 to 7th സെഞ്ചുറി. ഓക്കെ, സോ അപ്പൊ ഈ രൂപത്തില് അതിന്റെ ഇൻ ബിറ്റ്വീൻ എക്സിസ്റ്റ് ചെയ്ത ഡൈനാസ്റ്റീസ് ആരൊക്കെയാണ് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യം UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചത് ലൈക്ക് ഗുപ്താസ് ഓഫ് ദി മഗധ, പരമാരാസ് ഓഫ് ദി മാൾവ, then Pushyabhudis of the Tanushar, Mugaris of the Ganuch, Yadavas of the Devagiri, then Maitragas of the Vallabhi. ഇവിടെ വേറെ ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഇതിന്റെ ലൊക്കേഷനോ അല്ലെങ്കിൽ ഇതിന്റെ റൂളേഴ്സ് ആരാണോ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആരാണോ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ 3 and 7th സെഞ്ചുറിയിൽ എക്സിസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ അതേപോലെ സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 7th and 12th സെഞ്ചുറിയിൽ എക്സിസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ്. ആ രൂപത്തിലുള്ള ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടാണ് ചില ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാറുള്ളത്. ബട്ട് യു ഷുഡ് നോ അറ്റ്ലീസ്റ്റ് ആ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ നോളജ് എങ്കിലും യു ഷുഡ് ഹാവ്. ഓക്കെ, സോ ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആ ഒരു കാര്യം നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, ഇതും 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, 2022 ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കിങ് വേഴ്സസ് ഡൈനാസ്റ്റി. ഓരോ ഡൈനാസ്റ്റിയും അതിൽ വരുന്ന മേജർ ആയിട്ടുള്ള കിങ് ആരൊക്കെയാണ്, ഈ രൂപത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ചോദ്യം മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ടോപ്പിക് എടുത്തതിന് ശേഷം വീണ്ടും ഈ ചോദ്യം ഒന്നുകൂടെ നോക്കുന്നതായിരിക്കും. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. അപ്പം ഈ ഒരു മാപ്പ് വെച്ചുകൊണ്ട് യു ഹാവ് ടു സ്റ്റഡി ദിസ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇത് കഴിഞ്ഞ തവണ ഹിസ്റ്ററി എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഐ ആം ഡിസ്കസിങ് ദിസ് ബിക്കോസ് ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആണ്. എസ്പെഷ്യലി ആദ്യം പഠിച്ചു വരുന്ന ഒരാളുകളെ സംബന്ധിച്ചിട്ട് ഇറ്റ് ഇസ് വെരി മച്ച് ഡിഫിക്കൽട്ട്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് UPSC ജോഗ്രഫിയും ഹിസ്റ്ററിയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ചാഹ്മനാസിന്റെ ലൊക്കേഷൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ലൊക്കേറ്റഡ് നോർത്ത് ഓഫ് ദ ചമ്പൽ റിവർ. ഓക്കെ, ഗുർജാര പ്രതിഹാരാസ് ദേ ആർ നോർത്ത് ഓഫ് ദി നർമ്മദ റിവർ. ഓക്കെ, അതുപോലെ ലൈക്ക് പരമാരാസ് നോർത്ത് ഓഫ് ദി നർമ്മദ റിവർ. അപ്പൊ ഈ രൂപത്തില് യു ഹാവ് ടു ലൊക്കേറ്റ് ദിയർ ഏരിയ. Then Gurjara Pratiharas and Paramaras, they are located between the Yamuna and Narmada. ഓക്കെ, സോ ഈ രൂപത്തില് ഓരോ പ്രദേശത്തും വരുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ജോഗ്രഫി ആയിട്ട് കണക്ട് ചെയ്തിട്ടും കൂടെ അതെന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ ആണോ ആ ഒരു കാര്യം? ആ സർ. ഓക്കെ, ഫൈൻ.
ഞാനിവിടെ ലൈക്ക് ആക്ച്വലി നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്തോന്ന് ഞെക്കിയ സമയത്ത് ലൈക്ക് അതെല്ലാം കൂടെ മിസ്സായി പോയി. എനിവേ ലൈക്ക് വി വിൽ ഫൈൻഡ് നൗ. ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഓരോ ഡൈനാസ്റ്റീസും അതിന്റെ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയത്, അവരുടെ ക്യാപിറ്റലും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ലൊക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൊക്കേഷൻ നിങ്ങൾ ലൈക്ക് എൻ്റെ റീജിയൻ ആയിരിക്കും പഠിക്കുന്നത്, ബട്ട് അവരുടെ എക്സാക്ട് ക്യാപിറ്റൽ ഏതാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ സമയത്ത് അവര് 5 കാര്യം പറഞ്ഞ സമയത്ത് അതിൽ വിട്ടുപോയതാണ്. ലൊക്കേഷന്റെ കൂടെ നിങ്ങൾ ക്യാപിറ്റൽ എന്നുള്ളതും കൂടെ ഒന്ന് ലൈക്ക് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഓക്കെ സർ. ഇതില് മേജർ ആയിട്ടുള്ള ചില ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടുള്ള ചില ഇൻഫർമേഷൻസ് യു ഷുഡ് നോ. ഇതിൽ ഓൾറെഡി ലൈക്ക് ചോളാസിനെ കുറിച്ച് നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കുന്നതായിരിക്കും. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഡിനോട്ട് ചെയ്തിരിക്കുന്ന മേജർ ആയിട്ടുള്ള 3 ഡൈനാസ്റ്റീസ് ഉണ്ട്. 3 കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പച്ചയിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറച്ചിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ 3 ഡൈനാസ്റ്റീസ് കണ്ടംപററീസ് ആയിരുന്നു. ഓക്കെ, കണ്ടംപററി ഡൈനാസ്റ്റീസ് ആയിരുന്നു. ആ ഡൈനാസ്റ്റീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗാളിലേക്ക് എത്തുന്ന സമയത്ത് പാലാസ് വരുന്നുണ്ട്. ഈ ഗുജറാത്ത് ഈ ഒരു പ്രദേശം മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഗുർജാര പ്രതിഹാര, ഗുജറാത്ത്. ഓക്കെ, അത് നോർത്ത് വെക്കാം. ഗുർജാര പ്രതിഹാരാസ് വരുന്നുണ്ട്. ദെൻ രാഷ്ട്രകൂടാസ് വരുന്നുണ്ട്. ഓക്കെ, രാഷ്ട്രകൂടാസിന്റെ ക്യാപിറ്റൽ ആയിരുന്നു മന്യഖേദ എന്ന് പറയുന്നത്. ഓക്കെ, മാന്യഖേദ ഓർ ലൈക്ക് മന്യഖേദ. ഓക്കെ, മന്യഖേദ എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ ആയിരുന്നു. അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം, യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, ദെൻ പാലാസിൻ്റെത് പഹർപുഹർ. ഓക്കെ, പഹർപൂർ. സോ ആ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിന്റെ ഓരോന്നിന്റെയും ക്യാപിറ്റൽ ഏരിയാസ് ഏതാണ് വരുന്നത് എന്നുള്ളത്. ഇനി ഇവിടെ മേജർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കനൂജ് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുക. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഗേഞ്ചസ് റിവർ ബേസിൻ. ഓക്കെ, ആസ് വെൽ ആസ് ദ യമുന ഡോം. ദെൻ ദർ വർ ലൈക്ക് അതർ ട്രിബ്യൂട്ടറീസ് ഓഫ് ദ ഗംഗ. ഓക്കെ, ഗംഗയുടെ മറ്റ് ട്രിബ്യൂട്ടറീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സൈഡിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ ഇതൊരു ഫ്ലഡ് പ്ലെയിൻ ആണ്. നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്, ഈ ഫ്ലഡ് പ്ലെയിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ ഏരിയക്ക് വേണ്ടിയിട്ട് ഒരുപാട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ കനൂജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി സിഗ്നിഫിക്കന്റ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാർഷികമായിട്ട് നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിട്ട് കനൂജ് എന്ന് പറയുന്നത് ഒരു പൊന്മുട്ട ഇടുന്ന താറാവാണ്. സോ എങ്ങനെയും കനൂജിനെ കൺട്രോളിൽ വെക്കുക എന്ന് പറയുന്നത് പാലാസിനെ സംബന്ധിച്ചിട്ടും ഗുർജാര പ്രതിഹാരാസിനെ സംബന്ധിച്ചിട്ടും ഈവൻ രാഷ്ട്രകൂടാസിനെ സംബന്ധിച്ചിട്ടും ഒരു ചാലഞ്ച് ആയിരുന്നു. സോ രാഷ്ട്രകൂടാസ് ഇവിടുന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ പോയിട്ട് കനൂജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ മേജർലി ഗുർജാര പ്രതിഹാരാസ് നിലനിൽക്കുന്നത് ഗുജറാത്ത് ഈ ഒരു ഏരിയയിലാണ്. അവരും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കനൂജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പാലാസും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കനൂജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, 3 പേര്, ഓക്കെ 3 പേര്, അപ്പം ട്രൈ അവരെന്ത് ചെയ്യാണ്, ദേ ആർ സ്ട്രഗിളിങ്. അപ്പം 3 പാർട്ടീസ്, ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ. 3 പാർട്ടികൾ കനൂജ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ലൈക്ക് ഗുർജാര പ്രതിഹാരയിലുള്ള ചില ഡൈനാസ്റ്റീസ് അല്ലെങ്കിൽ ചില റൂളേഴ്സ് രാഷ്ട്രകൂടയിലുള്ള ചില ആളുകളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ പാലയിലുള്ള ചില റൂളേഴ്സ് ഗുർജാര പ്രതിഹാരയിലുള്ള ആൾക്കാരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലൊക്കെ തിരിച്ചും സംഭവിക്കും. കാരണം ഒരു രാജാവ് കഴിഞ്ഞ് അടുത്ത രാജാവ് വരുമ്പോൾ ചിലപ്പോൾ കുറെ കൂടെ ശക്തനായിട്ടുള്ള രാജാവായിരിക്കും, ചിലപ്പം കുറെ കൂടെ എന്തായിരിക്കും, ദുർബലനായിരിക്കും. അപ്പം ഓരോ പ്രദേശം റൂൾ ചെയ്തിട്ടുള്ള രാജാക്കന്മാരുടെ ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റി ആൻഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇവര് അടുത്തുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുക്കുകയും ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ ഒന്നും ടെറിട്ടറി ഈ കാണുന്ന പോലെ ഫിക്സഡ് ആയിരുന്നില്ല. ഓക്കെ, ഇനി ലൈക്ക് സംടൈംസ് ഈ ചോളയിൽ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ പഠിക്കും, ഈ ചോള ഡൈനസ്റ്റി ദേ ഹാവ് എക്സ്റ്റെൻഡ് അപ് ടു ലൈക്ക് ദിസ് ഏരിയ. ചോള ഇത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോളാസ് അറ്റ് വൺ പോയിന്റ് രാഷ്ട്രകൂടയും ഗുർജാര പ്രതിഹാരാസ് ഈ ഏരിയ ഒക്കെ കടന്നിട്ട് ഇവിടെ ഗംഗ യമുന വരെ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കനൂജ് വരെ ഇവരും പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ദിസ് ചോളാസ് കംസ് ആഫ്റ്റർവേർഡ്സ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യില്ല. ചോളാസ് ലൈക്ക് ഒരു സെക്കൻഡ് ചോള പീരീഡ് എന്ന് പറയുന്നത് 9th to 12th സെഞ്ചുറിയാണ്. ഈ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ നടക്കുന്നത് ഒരു 7th to like 9th സെഞ്ചുറി, ഈ ഒരു ടൈം പീരീഡിലാണ്. ഓക്കെ, അതുകൊണ്ട് അതിന് മുമ്പുള്ള ഒരു പീരീഡ് ആയിരുന്നു. ബട്ട് എനിവേ ഈ രാഷ്ട്രകൂട ഡൈനാസ്റ്റിയുടെ അവസാനത്തിലുള്ള ചില റൂളേഴ്സ് ഒക്കെ ഈ 9th സെഞ്ചുറിയിൽ എക്സിസ്റ്റ് ചെയ്യും.
ഓക്കെ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പിൻകടന്നുകൊണ്ടാണ് ചോള ഇവിടം വരെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഓരോ ഡൈനാസ്റ്റിയിലും ഓരോ വംശത്തിലുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ നോക്കുന്ന സമയത്ത് ഒരു ജനറൽ ജിയോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് വ്യൂ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ കിട്ടുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ട്രൈ പാർട്ടി അല്ലെങ്കിൽ ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ ആണ്. സോ യു ഷുഡൻ forget this. The tripartite struggle between the Palas of the Bengal, Gurjara Pratiharas of the Gujarat and Maharashtra, then Rashtrakutas of the Karnataka and Maharashtra. So Rashtrakutas ഓർത്ത് വെക്കുക, they are from the Karnataka Maharashtra region. Then Gurjara Pratiharas, Gujarat and Maharashtra region. Okay, they even extended to the other areas. Even UP, Andhra Pradesh extend ചെയ്തിട്ടുണ്ട്, even Rajasthan also. Then Palas, mostly like Orissa, West Bengal, Bihar. ഓക്കെ, സോ ഈ ഒരു ലൊക്കേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇതിലുള്ള മറ്റ് ഡൈനാസ്റ്റീസിനെ കൂടെ നമ്മളൊന്ന് പരിചയപ്പെടണം. ദെൻ ഇതിൽ പിന്നെ വരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് പരമാരാസ്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിൽ പോലും നിങ്ങൾക്ക് കാണാം ഒരു ലാർജ് ഏരിയ ഇവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു 9th സെഞ്ചുറി ഒക്കെ ആകുമ്പോൾ ഇവരുടെയും ഡിക്ലൈൻ സംഭവിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ലൈക്ക് ഗുർജാര പ്രതിഹാരാസ് അവരുടെ ഡിക്ലൈൻ വരുന്നുണ്ട്, രാഷ്ട്രകൂടാസിന്റെ ഡിക്ലൈൻ വരുന്നുണ്ട്. അപ്പം ഈ ഗുർജാര പ്രതിഹാരാസിന്റെ ഡിക്ലൈൻ സംഭവിക്കുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റ് ഡൈനാസ്റ്റീസ് ആയിട്ട് എമേർജ് ചെയ്യും. ലൈക്ക് പരമാരാസ് വരുന്നുണ്ട്, ചണ്ടാളാസ് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡൈനാസ്റ്റീസ് ആയിട്ട്, ദെൻ ലൈക്ക് ചാഹ്മണാസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതിന് ശേഷം പിന്നീട് വീണ്ടും ചെറിയ ചെറിയ ഡൈനാസ്റ്റീസ് ആയിട്ട് പോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ പിന്നെയും പഠിക്കേണ്ടി വരികയാണ്. ഒരു ലാർജ് ഡൈനാസ്റ്റി ആകുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഇത് ലൈക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് പഠിക്കേണ്ട ഒരു ചാലഞ്ച് നമുക്ക് വരികയാണ്. ദെൻ അതുപോലെ തന്നെ പാല ഡൈനസ്റ്റിയുടെ കേസ് എടുക്കുന്ന സമയത്ത് കലിംഗാസ് വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് എസ്പെഷ്യലി ഒറീസ, ആന്ധ്രാപ്രദേശ് ഏരിയസിലെ കലിംഗാസ് വരുന്നുണ്ട്. ദെൻ ഈസ്റ്റേൺ ഗംഗാസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ രാഷ്ട്രകൂടയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് മേജർലി അതിനുശേഷം പിന്നീട് വരുന്നത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ചാലുക്യാസ്. ഓക്കെ, സോ അങ്ങനെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഓരോ റീജിയണൽ കിങ്ഡംസിന്റെ സബ് ആയിട്ടുള്ള ആൾക്കാരെയും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. സോ ഇതിൽ ഇനിയിപ്പോ നമുക്ക് പഠിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമാരാസ് ആണ്. സോ പരമാരാസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ടൈം പീരീഡ് ഒന്ന് ഓർത്ത് വെക്കുക. എസ്പെഷ്യലി ഗുർജാര പ്രതിഹാരാസ് പോയതിന് ശേഷം വരുന്ന ഒരു കാലഘട്ടമാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 9 to 13th സെഞ്ചുറി എന്നൊക്കെ നമുക്ക് പറയാം. സോ ഒരു എക്സാക്ട് ടൈം പീരീഡ് അല്ല, അപ്പം ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും ഏറ്റവും സ്ട്രോങ്. അപ്പൊ എല്ലാ ഡൈനസ്റ്റിയുടെ കേസും നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു എമർജിംഗ് ഫേസ് ഉണ്ടായിരിക്കും, പിന്നെ അത് അതിന്റെ ഒരു പീക്ക് ജെനീത്ത് പോയിന്റിലെത്തും, പിന്നെ അത് പതുക്കെ അങ്ങ് ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ടൈം പീരീഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ അതിന്റെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് മുഗൾ ഡൈനാസ്റ്റി എടുക്കുന്ന സമയത്ത് ബാബർ വരുന്നുണ്ട്. ഓക്കെ, സോ ബാബറിന് ശേഷം പിന്നീട് ആര് വരുന്നുണ്ട്, ഹുമയൂൺ വരുന്നുണ്ട്. ഹുമയൂൺ കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് വരുന്നുണ്ട്, അക്ബർ വരുന്നുണ്ട്, ജഹാംഗീർ വരുന്നുണ്ട്, ഷാജഹാൻ വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഔറംഗസേബ് വരുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ടേക്ക് ബഹദൂർ ഷാ വരെ വരുന്നുണ്ട്. ഓക്കെ, ബഹദൂർ ഷാ സെക്കൻഡ് വരെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പീരീഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയൊന്നും കാര്യമായിട്ട് എന്ത് വരുന്നില്ല, ഒരു കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റൂളേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഏറ്റവും ടോപ്പിലേക്ക് ഈ ഡൈനാസ്റ്റി നിൽക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഇവരെ കുറിച്ചായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും പഠിക്കുന്നതും. കാരണം അവരുടെ പീരീഡിലാണ് ടോപ്പ്. അവര് ലൈക്ക് മുഗൾ ഡൈനാസ്റ്റി അറ്റ് ദ ജെനീത്തിൽ നിൽക്കുന്നത് ഇവരുടെ കാലഘട്ടത്തിലാണ്. നേരെ മറിച്ച് ഈ ഒരു ഇനീഷ്യൽ ഫേസിലും അതുപോലെ തന്നെ ഈ ഒരു എൻഡ് ഫേസിലും മറ്റ് ഒരുപാട് ഡൈനാസ്റ്റീസ് എമേർജ് ചെയ്ത് വരുന്നുണ്ട്. ലൈക്ക് അക്ബറിന്റെ ഫേസ് ആകുന്ന സമയത്ത് തന്നെ മറാത്താസ് വളരെ സ്ട്രോങ് ആയിട്ട് എമേർജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കേസ് ഓർത്ത് വെക്കുക. ഈ ഒരു ഗ്രാഫും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക. ഈ രൂപത്തിലായിരിക്കും ഡൈനാസ്റ്റീസിന്റെ എമർജൻസും ഡിക്ലൈനും വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പൊ ലൈക്ക് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടെ മറ്റൊരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ചോദിക്കും ലൈക്ക് 2 ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ ഇതാണ്. ഒരു ഡൈനാസ്റ്റി ഈ സമയത്ത് എമേർജ് ചെയ്യായിരിക്കും. ഓക്കെ, ഈ ഡൈനാസ്റ്റി ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഡൈനാസ്റ്റി ഇവിടുന്ന് എമേർജ് ചെയ്യാണ്. ഇത് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ എമേർജ്. അപ്പം ഇറ്റ് ഇസ് ലൈക്ക് എ സൈക്ലിക്കൽ പ്രോസസ്. പുതിയൊരു ഡൈനാസ്റ്റി ഇത് ലൈക്ക് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ഒരു ഡൈനാസ്റ്റി ഇവിടെ എമേർജ് ചെയ്യും. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദി അതർവൈസ്. കാരണം ഈ ഡൈനാസ്റ്റി എമേർജ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഡിക്ലൈൻ ചെയ്തു എന്നും പറയാം. ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഓരോരുത്തർ എമേർജ് ചെയ്യുമ്പോൾ അടുത്ത ഡൈനാസ്റ്റി എങ്ങനെയാണ് ഡിക്ലൈൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ജസ്റ്റ് ഒരു ഹിസ്റ്ററിനെ എങ്ങനെ നോക്കി കാണണം എന്നുള്ള
ഒരു വ്യൂ പോയിന്റ് നിങ്ങൾക്ക് തന്നു എന്നുള്ളത് മാത്രം. പിന്നെ ഇവിടെ മാപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലക്ച്വേറ്റിംഗ് ബൗണ്ടറി ആണെന്നുള്ളത്. കാരണം ഓരോരുത്തർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്രമിച്ച് കീഴടക്കുന്നതിനനുസരിച്ചിട്ട് ദ ബൗണ്ടറീസ് വിൽ ചേഞ്ച്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻസ് ഓഫ് ദ പരമാരാസ്. പരമാരാസിന്റെ ലൊക്കേഷൻസ് നോക്കുക. നർമ്മദ റിവറിന്റെ തൊട്ട് മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നർമ്മദ താപ്തി റിവറിന്റെ നോർത്തേൺ റീജിയനിലേക്കാണ് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. മധ്യപ്രദേശ് അതുപോലെ ലൈക്ക് ഗുജറാത്ത് ഏരിയാസിലേക്കൊക്കെ ഇവരുടെ റൂൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു 9th to 13th സെഞ്ചുറി. ഓക്കെ, ഇഫ് ഐം കറക്റ്റ് 9th to 13th സെഞ്ചുറി ആയിരുന്നു. ഇനി ഇവരുടെ ഫൗണ്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാര ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ ആരായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ദാറ്റ് ഇസ് ഉപേന്ദ്ര. ഓക്കെ, ഉപേന്ദ്ര ആയിരുന്നു ഇദ്ദേഹം ലൈക്ക് ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്. ഉപേന്ദ്രയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് കൃഷ്ണ രാജ. ഓക്കെ, കൃഷ്ണ രാജ എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉപേന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഫൗണ്ടർ ആരാന്നുള്ളതും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, സോ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഈ പരമാരാസിലെ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സിയക. ഓക്കെ, ഉപേന്ദ്ര സിയക. ഈ പരമാരാസിലെ പിന്നെ വരുന്ന ഒരു മേജർ ആയിട്ടുള്ള റൂളറാണ് സിയക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സിയക ഡൈനസ്റ്റി ഇപ്പൊ നിങ്ങൾ ചോള അതായത് ചോള ബേസ് ചെയ്തിട്ടൊരു ഫിലിം ഉണ്ടായിരുന്നില്ലേ, പൊന്നിയിൻ സെൽവൻ. സോ പൊന്നിയിൻ സെൽവൻ PS1 ആൻഡ് PS2 ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പൊന്നിയിൻ സെൽവൻ 1ലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു കോത്തികനെ പരാജയപ്പെടുത്തുന്നുണ്ട്. വിക്രം പോയിട്ട് ഒരു രാഷ്ട്രകൂട റൂളർ ആയിട്ടുള്ള കോത്തികനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സോ ആ കോത്തികനെ അവിടെ വിക്രം പരാജയപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദ സെയിം വേ കോത്തികൻ എന്ന് പറയുന്നത് രാഷ്ട്രകൂട റൂളേഴ്സിൽ പെട്ട ഒരാളാണ്. ആ കോത്തികനെ ഈ സിയക പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ കോത്തികനെ സിയകയും എന്ത് ചെയ്തിട്ടുണ്ട്, പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെക്കുക, ഇവിടെ പേര് മാത്രമാണ് സിമിലർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറെ കൂടെ കഴിയുന്ന സമയത്ത് ലൈക്ക് അമോഘ വർഷനെ കുറിച്ച് പഠിക്കും. ഓക്കെ, ഈ പരമാരാസത്തിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് അമോഘ വർഷനെ കുറിച്ച് പഠിക്കും. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മറ്റ് ഡൈനാസ്റ്റിക്കിലുള്ള ആളുകൾക്കും ഇതേ പേരുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ലൈക്ക് ഒരു ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡെഫിനറ്റ്ലി ഒരു 4-5 അഖിലുണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ സെയിം നെയിംസ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അത് കൺസിഡർ ചെയ്യേണ്ടതില്ല. ബട്ട് ഈ പേരുകൾ ഓരോ ഡൈനാസ്റ്റിയിലും വരുന്ന സമയത്ത് കുറച്ചൊരു കെയർഫുൾ ആയിട്ട് നോക്കുക. ഓക്കെ, ഇപ്പൊ അമോഘ വർഷം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് നോർമലി പരമാരാസിന്റെ കേസിലാണ്. അമോഘ വർഷ 1, അമോഘ വർഷ 2 അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് കുറെ കൂടെ വരുന്നത്. ഓക്കെ, സോ അമോഘ വർഷം അതിന്റെ ഒരു നമ്പറും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അവരെ മെൻഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കമ്മിങ് ഇൻ ദി രാഷ്ട്രകൂട ഡൈനാസ്റ്റി. ഓക്കെ, അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത് കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ടല്ല, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഞാൻ എൻറ്റയർലി നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് ഇതിന്റെ ഒരു 20 to 25% മാത്രമാണ്. അപ്പൊ മൊത്തം കാര്യങ്ങളൂടെ വരുന്ന സമയത്ത് അത് കുഴഞ്ഞു മറിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞു തരുന്നത്. അതേ രൂപത്തിൽ തന്നെ അതൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ.